നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തിന്റെ ധന്യവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ ധന്യവും പരിശുദ്ധമായ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കോശി പാസ്റ്റർക്കും കുടുംബത്തിനും എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് സ്റ്റാൻസ പാടിക്കൊണ്ട് ദൈവത്തിന്റെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, വൻ പ്രതികൂല മധ്യ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുൾക നീ സതതം, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുൾക നീ സതതം. ലോകൈക സദ്ഗുരുവേ സോർജീവന കരുവേ, ലോകൈക സദ്ഗുരുവേ സോർജീവന കരുവേ, ദാസർക്കഭീഷ്ടമേകും മന്നാരമാം തരുവേ, തിരുവടി നിയതം കരുളണമഭയം, തിരുവടി നിയതം ഞങ്ങൾ കരുളണമഭയം. തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, ഓ വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, ആമേൻ വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഇടയായില്ല. ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമായിട്ട് പിന്നെയും ഇപ്രകാരം നിങ്ങളെ എല്ലാവരെയും കാണുവാനും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവ് ഇടയാക്കിയതിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങളുള്ള ബന്ധത്തിൽ പല വ്യക്തികൾക്കും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നല്ലതാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ എത്രയും വേഗത്തിൽ ക്ലാസ്സുകൾ തീർക്കണമെന്നുള്ള നിലയിൽ അല്പം സ്പീഡിൽ അങ്ങ് തീർക്കാമെന്നുള്ള നിലയിലാണ് പോകുന്നത്. എന്നാൽ ഞാൻ ഈ വിഷയം നമ്മുടെ പ്രിയ ജോയിക്കുട്ടിയുടെ വീട്ടിൽ എടുത്തത് തീർന്നത് ഏതാണ്ട് 1.5 വർഷം കൊണ്ടാണ്. അത്രയത്തിന്റെ ആവശ്യം നിങ്ങൾക്ക് വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. സജി ബ്രദർ ഒരു 5-6 മാസത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളതാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ അത്രയും തന്നെ പോകേണ്ടി വരികയില്ല, പോകാതെ നമുക്ക് തീർക്കാം. അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിൽ പോകുന്നുണ്ട്. കാര്യങ്ങൾ ചിലപ്പോൾ വ്യക്തമാകാതെ പോകും. അങ്ങനെയുള്ളത് നിങ്ങൾ സംശയങ്ങളായിട്ട് എനിക്ക് സജി ബ്രദർ മുഖാന്തരമോ അല്ലെങ്കിൽ പാസ്റ്റർ മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ എനിക്ക് വാട്സാപ്പിൽ കൂടെ നിങ്ങളുടെ വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാമെങ്കിൽ അതിനുള്ളതായ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകാം. അടുത്ത ക്ലാസ്സിലും ഞാൻ നൽകുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം. എൻ്റെ മുൻപിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തീമോഥെയോസിന്റെ 1-ാം ലേഖനം 20-ാമത്തെ വാക്യത്തിൽ, 1-ാം ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ പൗലോസ് എഴുതുന്നുണ്ട്. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 ക്രിസ്തീയ വിശ്വാസികളെ സാത്താനെ ഏൽപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൗലോസിന് അതിനുള്ള അധികാരമുണ്ടോ? സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ സാത്താനെ ഏൽപ്പിച്ചാൽ ആ വ്യക്തി സാത്താന്റെ കൈകൾ ഏൽപ്പിക്കപ്പെടുമോ? ഇപ്പൊ ഞാൻ നിങ്ങളിൽ ഒരാളെ സാത്താനെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ സാത്താനെ ഏൽപ്പിച്ചാൽ അങ്ങനെ നിങ്ങൾ സാത്താന്റെ കയ്യിലാകുമോ? അപ്പോൾ അതെന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ആ വാക്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും?
അപ്പോൾ എന്തോ ഒരു ശിക്ഷണ നടപടി എന്നുള്ള നിലയിലാണ് പൗലോസ് ആ കാര്യം ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ. അപ്പൊ ചർച്ച് ഡിസിപ്ലിൻ എന്ന് പറയുന്നതായ ഒരു വിഷയം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്താണ് ചർച്ച് ഡിസിപ്ലിൻ, എങ്ങനെയാണ് ചർച്ച് ഡിസിപ്ലിൻ എടുക്കേണ്ടത്, ആക്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ദേഷ്യത്തിന്റെ പേരിലോ വൈരാഗ്യത്തിന്റെ പേരിലോ ഒരാളെ ഒതുക്കാനോ ഒരാളെ ഇല്ലായ്മ ചെയ്യാനോ ഉള്ളതായ നടപടി അല്ല ചർച്ച് ഡിസിപ്ലിൻ. പിന്നെയോ പിന്മാറ്റത്തിൽ പോകുന്ന, ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റിലകപ്പെടുന്നതായ ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തിയെടുക്കുക, അവനെ റിസ്റ്റോർ ചെയ്യുക, അവനെ പിന്നെയും ദൈവകൃപയിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരിക, ഈ ഉദ്ദേശത്തോടുകൂടി എടുക്കുന്നതായ ആക്ഷനാണ് സഭയുടെ ഡിസിപ്ലിനറി ആക്ഷൻ. അങ്ങനെ സഭയ്ക്കുള്ളതായ ഡിസിപ്ലിനറി ആക്ഷനകത്ത് 4 സ്റ്റെപ്പുകളാണുള്ളത്. 4 സ്റ്റെപ്പാണുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ആണ് അതിനുള്ളതായ ആ ഡിസിപ്ലിനറി ആക്ഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ആക്ഷൻ എന്താണെന്ന് കാണാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ ഒരു പ്രസംഗത്തിലേക്ക്, ഒരു മെസ്സേജിലേക്ക് പോകാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ 5 പ്രസംഗങ്ങളിലെ, അല്ലെങ്കിൽ മത്തായി സുവിശേഷം എഴുതിയതായ 5 പ്രസംഗങ്ങളിലെ ഒരു പ്രസംഗമാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായം എന്ന് പറയുന്നത്. 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എന്താണെന്ന് കർത്താവോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ആക്ഷനകത്ത്, അല്ലെങ്കിൽ ആ ശിക്ഷാക്രമത്തിനകത്ത് 4 പടികൾ നമുക്ക് കാണാൻ കഴിയും, 4 സ്റ്റെപ്പുകൾ നമുക്ക് കാണുവാൻ കഴിയും. ആ 4 സ്റ്റെപ്പുകൾ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചിട്ട് അത് പുതിയ നിയമസഭ എങ്ങനെയാണ് നടപ്പിലാക്കിയതെന്നുള്ളത് ലേഖനങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ആരെങ്കിലും ശബ്ദത്തിൽ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 15 to 18. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. മതി. കർത്താവിന് സ്തോത്രം. 18 വരെയുള്ള വാക്യങ്ങൾ. ഈ കർത്താവ് ഇത് ഇവിടെ പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ചല്ല. 100 ആടിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമ. ആ ഉപമ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു പാപികളെ, ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതായ കാഴ്ച കണ്ടപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ പഴിച്ചു. ഇവന് പാപികളോട് കഴിക്കാൻ പോകുന്നു, ചുങ്കക്കാരോട് കഴിക്കാൻ പോകുന്നു. ഈ ചുങ്കക്കാരെന്നും പാപികളെന്നും പറയുന്നത് അധമമായ നിലയിൽ ജീവിക്കുന്നതായ ഒരു കൂട്ടരായിട്ടാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പരീശന്മാരെന്ന് പറഞ്ഞാൽ കപടഭക്തിക്കാരാണ്. ചുങ്കക്കാരെന്ന് പറയുന്നവര് ഇസ്രായേൽ ജാതി വെറുക്കുന്ന ആളുകളാണ്. കാരണം ഇസ്രായേൽ ജാതിയോട് ലോയൽറ്റി ഇല്ലാത്തതായ യഹൂദന്മാരെ റോമ ഗവൺമെന്റ് ഹയർ ചെയ്തിട്ട്, കൂലിക്കെടുത്തിട്ട് അവരെ കൊണ്ടാണ് യഹൂദന്മാരുടെ നിന്നും ചുങ്കം പിരിപ്പിക്കുന്നത്. അവരുടെ തലക്കരം പിരിപ്പിക്കുക, വ്യക്തികൾക്കുള്ളതായ കരം പിരിക്കുക. അങ്ങനെ അവരിൽ നിന്ന് കരം പിരിച്ച്, യഹൂദന്മാരുടെ നിന്ന് കരം പിരിച്ച് റോമ ഗവൺമെന്റിന് കൊടുക്കുന്നതായ യഹൂദന്മാരെ വളരെ മോശമായിട്ടും നീചന്മാരുമായിട്ടുമാണ് യഹൂദ ജാതി കരുതിയിരുന്നത്.
അപ്പോൾ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ സമൂഹത്തിലെ ഏറ്റവും അധപ്പതിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിലാണ് യഹൂദന്മാർ കാണുന്നത്. പാപികൾ, ചുങ്കക്കാർ, വേശ്യമാർ, ഇങ്ങനെയുള്ളവരെല്ലാം ഒരു ഗണത്തിലാണ് അവർ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചുങ്കക്കാരുടെയും പാപികളോടും കൂടി യേശു പോകുന്നത് കണ്ടപ്പോൾ പരീശന്മാർ അതിനെ വിമർശിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതായ ഉപമയാണ് ഈ 100 ആടുകളുടെ ഉപമ, 10 ദ്രഹ്മയുടെ ഉപമ, മുടിയൻ പുത്രന്റെ ഉപമ എന്ന് നമ്മൾ പറയുന്നതായ 2 മക്കളുള്ളതായ അപ്പൻ ആന്റെ 2 മക്കളുടെ ഉപമ. അപ്പൊ അതിൽ കർത്താവ് വെളിപ്പെടുത്തിയ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടതിനെ തേടുക എന്ന് പറയുന്നത് ഒരു അസാധാരണ കാര്യമല്ല. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയതായ ഒരു പാപിയെ തേടിയെടുക്കുക എന്ന് പറയുന്നതാണ് പ്രാധാന്യം എന്നാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. 99 ആടുകൾ എന്ന് പറയുന്നവർ അവർ നഷ്ടപ്പെടാത്തവരാണ്, അല്ലെങ്കിൽ നീതിമാന്മാരായിട്ടിരിക്കുന്ന യഹൂദന്മാരെ കുറിച്ചാണ് പറയും. എന്നാൽ നഷ്ടപ്പെട്ട ആടെന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തിൽ പെടാതെ അന്യപ്പെട്ടു പോയതായ ഒരു വ്യക്തി. അപ്പം കർത്താവിന് പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നേ ഉള്ളെങ്കിലും നഷ്ടപ്പെട്ടതിനോട് കർത്താവിന് പ്രാധാന്യമുണ്ട്. എന്നാ ഒന്നേ പോലുള്ള പൊക്കോട്ടെന്ന് ഒരിക്കലും കർത്താവ് കാണുകയില്ല. ആ ദൈവസ്നേഹമാണ് നമ്മളെ കർത്താവ് രക്ഷിച്ചത്. നീതിമാന്മാരെ മാത്രമാണ് കർത്താവ് തേടി വന്നിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടുകയില്ലായിരുന്നല്ലോ. അവിടെ നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളതായ മാർഗമായി തീർന്നത്. യേശുവിന്റെ സ്നേഹം അതാണ്, നഷ്ടപ്പെട്ടു പോയവരെ മടക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടവരെ മടക്കിയെടുക്കുന്ന സ്വഭാവമാണ് ദൈവത്തിനുള്ളത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ 100 ആടിന്റെ ഉപമ പറയുന്നത്. അപ്പൊ ആ 100 ആടിന്റെ ഉപമയിൽ ഭൂരിപക്ഷത്തിനല്ല അവിടെ പ്രാധാന്യം, പിന്നെയോ ന്യൂനപക്ഷത്തിനാണ്, നഷ്ടപ്പെട്ടതിനാണ്, പിന്മാറിപ്പോയതിനാണ്. അവരെ മടക്കിയെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയതായ കടപ്പാടാണ്. അപ്പൊ ആ കടപ്പാട് നമ്മളും നിവർത്തിക്കണമെന്നാണ് ഈ പ്രഭാഷണത്തിൽ കൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ? നമ്മുടെ സഭയിൽ കൂടി വരുന്നതായ ഒരു വ്യക്തി ഒരു തെറ്റിലാകപ്പെട്ടത് നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? നിങ്ങളുടെ സഭയിൽ ഖത്തർ എബനേസർ ചർച്ചിൽ വരുന്നതായ വിശ്വാസികളിൽ ഒരാൾ തെറ്റി, നമ്മൾ സമൂഹം അംഗീകരിക്കാത്തതായ കാര്യം എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ബാറിൽ ഇരിക്കുന്നതായ കാഴ്ച കണ്ടു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ബാറിൽ കയറി അവിടെ ഇരുന്ന് നമ്മളാരും കുടിക്കാത്തതായ കാര്യങ്ങളൊക്കെ കുടിക്കുന്നു. അങ്ങനെ ഒരാൾ കണ്ടപ്പോൾ ആൾ എന്താ ചെയ്യുക? അങ്ങോട്ട് വീട്ടോട്ട് വന്ന്, ഇപ്പം മൊബൈൽ സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് മൊബൈലൊക്കെ എടുത്ത് 10 പേരെ വിളിച്ച് അങ്ങ് പറഞ്ഞു, അറിഞ്ഞോ ഇന്നാര് പോയി എന്ന് പറഞ്ഞ് ഒരു പരിഹാസത്തോടുകൂടെ അവരെ അധിക്ഷേപിച്ച് വാർത്ത പരത്തുക. ഇങ്ങനെ ചെയ്യുന്ന പതിവാണ് സാധാരണയായി കാണുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ തെറ്റിപ്പോയി എന്ന് നിനക്ക് ബോധ്യം വന്നാൽ, ആ ആൾ തെറ്റിയെന്നുള്ളത് കാഴ്ച കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം. നമ്മളിവിടെ വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ 4 സ്റ്റെപ്പാണ് അതിനുള്ളത്. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവനെ വ്യക്തിപരമായി അവനെ വിളിച്ച് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ തെറ്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സഭയിലെ അംഗമാണ്. ഞാൻ സജി ബ്രദറിനെ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സജി ബ്രദറിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ സഹോദരൻ യഥാസ്ഥാനപ്പെട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ആ സഹോദരനെ രഹസ്യമായി ചെന്ന് കാണണം. എന്നിട്ട് കണ്ടിട്ട് പറയണം, ബ്രദറെ, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് ഒരിക്കലും ശരിയല്ല, നമ്മൾ ദൈവമക്കളാണ്, നമുക്കിത് പറ്റിയതല്ല എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഞാൻ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സജി ബ്രദർ പറയുകയാണ്, സ്നേഹിത അല്ലെ സഹോദര, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, ഇനി മേലിൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് സജി ബ്രദർ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ സഹോദരൻ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ നേടി. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ മടങ്ങുകയാണ്. എന്താണ്? ഞാൻ ഒരു പിന്മാറ്റത്തിൽ പോയി ഒരു സഹോദരനെ യഥാസ്ഥാനപ്പെടുത്തി, നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയെന്നുള്ള ആ സന്തോഷത്തിൽ ഞാൻ മടങ്ങിപ്പോകുന്നു. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടതായ കാര്യം. ദൈവത്തിന് സ്തോത്രം.
അല്ല, ഞാനത് കണ്ടിട്ട് അനങ്ങാതിരിക്കുക, ആരോടും പറയുന്നുമില്ല, ആ വ്യക്തിയോടും പറയുന്നില്ല. തെറ്റാണത്. ഒരിക്കലും ആ കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തോട് കർത്താവേ, എനിക്ക് അവനോട് പറയാനുള്ളതായ ഒരു ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒരു അവസരം ഒരുക്കി തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരവസരം കർത്താവ് തരും. എന്തായാലും ആ സഹോദരനെ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഞാൻ പരിശ്രമിക്കണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പില് ആ സഹോദരൻ അനുദപിക്കുന്നില്ല. ആ സഹോദരൻ പറയാവോ, അത് സാരമില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, ബ്രദർ അതേക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ അതിന്റെ കാര്യം നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞ് മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും എന്നുള്ളതായ ആവർത്തന പുസ്തകത്തിലെ പ്രമാണം അനുസരിച്ച് ഞാൻ 2 പേരെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 1 or 2 അല്ല 2 or 3 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലും. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. 2ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ തന്നെയല്ല പോകുന്നത്, വേറെ 3 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കൊണ്ടുപോകുന്ന വ്യക്തിയും പറയാൻ ചെല്ലുന്ന വ്യക്തിയും ഈ തെറ്റിനകത്ത് അകപ്പെടാത്ത വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നതാണ്, അദ്ദേഹം എന്നോട് ചോദിക്കുക, നിങ്ങളെ ഇന്നാൾ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാകുകയില്ല. അല്ല, ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തിയും ഇതുപോലെ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പറയുകയാണ്, ഇവന് വന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ അവിടെ കുടിക്കാൻ പോയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാളി. അതുകൊണ്ട് സാക്ഷ്യമുള്ളവനെയും മാതൃകയുള്ളവനെയും മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. അങ്ങനെ 3 പേര് ഒരുമിച്ച് ചെന്ന് അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ബ്രദറെ, പാടില്ല, നമ്മൾ വേർപെട്ടവരാണ്. അങ്ങനെ സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തോടുകൂടെ അദ്ദേഹത്തോട് പറയുക. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം യഥാസ്ഥാനപ്പെടുകയാണെങ്കിൽ, മാനസാന്തരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ സഹോദരനെ നേടി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ പിരിഞ്ഞു. ആ സഹോദരൻ യഥാസ്ഥാനപ്പെട്ടു. അങ്ങനെ 2ാമത്തെ സ്റ്റെപ്പിനകത്തും അദ്ദേഹം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 3 പേരും കൂടെ പോയി സഭയെ അറിയിക്കണം. സഭയുടെ ഇടയനെയും സഭയിലെ മൂപ്പന്മാരെയും സഭാവിശ്വാസികളെയും കാര്യം അറിയിക്കണം. ഇങ്ങനെ നമ്മുടെ സഹോദരൻ വീണുപോയിരിക്കുന്നു, അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്താൻ ഞങ്ങൾ 2 വട്ടം ശ്രമിച്ചു, എന്നിട്ട് അത് നടന്നില്ല. അതുകൊണ്ട് സഭ ഈ കാര്യത്തിൽ ആക്ഷൻ എടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ സഭ ആ സഹോദരനെ വിളിച്ചു വരുത്തുന്നു. വിളിച്ചു വരുത്തി സഭ ഒന്നിച്ച് ആ സഹോദരനോട് പറയുന്നു, സഹോദര, നമ്മുടെ സമൂഹം, നമ്മുടെ സഭ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് സഭ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും പ്രബോധിപ്പിക്കുകയും തർജ്ജനം ചെയ്യുകയും ചെയ്യണം. വെറുതെ ഗുണദോഷിക്കുകയല്ല, നല്ലവണ്ണം ശാസിക്കണം. ഇത് തെറ്റായിപ്പോയി, ഇത് ആവർത്തിക്കരുത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും, നടപടിയെടുക്കും എന്ന് അദ്ദേഹത്തെ തർജ്ജനം ചെയ്യണം, ശക്തമായി താക്കീത് ചെയ്യണം. ഈ താക്കീതിന് മുമ്പിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടാൽ ആ സഹോദരനെ നിങ്ങൾ നേടി, അവൻ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നു. അങ്ങനെ 3ാമത്തെ സ്റ്റെപ്പ്. 3ാമത്തെ സ്റ്റെപ്പിനകത്തും അദ്ദേഹം ശരിയാകുന്നില്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കണം. പിന്നീട് അവൻ നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കണം? ചുങ്കക്കാരനും പുറജാതിക്കാരനും എന്ന പോലെ ഇരിക്കണം. പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കണം. പുറജാതി എന്ന് പറഞ്ഞാൽ യഹൂദനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജാതികൾ, അവരുമായിട്ട് യഹൂദന് യാതൊരു സംബന്ധവുമില്ല. ചുങ്കക്കാരുമായിട്ട് യഹൂദന് യാതൊരു സംബന്ധവുമില്ല. ഇത് ആ കാലത്തെ അനുസരിച്ചാണ് ചുങ്കക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല. അന്നത്തെ ചുങ്കക്കാരൻ എന്ന് പറയുന്നതും ഇന്നത്തെ ടാക്സ് കളക്ടർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അന്ന് ചുങ്കക്കാരൻ എന്ന് പറയുന്നത് പാപി, അധർമ്മി എന്നുള്ള നിലയിലാണ്, ജാതിയനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ പാവികളുടെ ബന്ധത്തിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അധർമ്മിയായി, പാവിയായി, ജാതീയനായിട്ട് അവനെ പുറജാതിക്കാരനായിട്ട് കാണണം. കൂട്ടായ്മയിൽ തള്ളപ്പെട്ടവനായിട്ട് പിന്നെ അവനെ കാണണം. അവനുമായിട്ട് പിന്നെ യാതൊരു കൂട്ടായ്മയും ഉണ്ടാകുകയില്ല. ഈ വസ്തുതയ്ക്കാണ്
സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുവനെ ദൈവസഭ കൂടി പുറത്താക്കി, ഇനി നീയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കൂട്ടായ്മ ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്നതായ ആ ആക്ഷനാണ് സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഉദാഹരണമായിട്ട് രണ്ടിടങ്ങളിലാണ് സാത്താനെ ഏൽപ്പിച്ച കാര്യം പറയുന്നത്. ഒന്ന് നമ്മൾ കുറിവാക്യം വായിച്ചു, തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഹുമനയോസിനെയും അലക്സാന്തരെയും സാത്താനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിച്ചു. രണ്ടാമതായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ അതിന്റെ നല്ലൊരു വിശദീകരണം കാണാൻ കഴിയുന്നുണ്ട്, എങ്ങനെയാണ് ആക്ഷൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ 5:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഒരു ദുഷ്കർമ്മം ചെയ്തതായ വ്യക്തിയെ എന്താണ് ചെയ്തതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികൾ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോട് ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായി. ഓക്കെ, മതി. 7 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. അത് അതിന്റെ വിശദീകരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? കൊരിന്ത്യ സഭയിലുള്ളതായ ഒരു വ്യക്തി ചെയ്തിരുന്നതായ ദുഷ്കർമ്മത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവന്റെ അപ്പനുണ്ടായിരുന്നതായ 2-ാം ഭാര്യയെ അപ്പന്റെ മരണശേഷം ഇവൻ ഭാര്യയായി സ്വീകരിച്ചു. ഇതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതൊരു തെറ്റായ നടപടിയാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. അപ്പോൾ ആ നടപടി ചെയ്തവനെ കുറിച്ച് അവിടുത്തെ സഭയ്ക്ക് യാതൊരു കുറ്റവുമില്ല. അത് അവിടെ അങ്ങനെ ഈ കൊരിന്തെന്ന് പറയുന്നത് തന്നെ അധർമ്മം അല്ലെങ്കിൽ ദുർനടപ്പ്, ധാർമ്മികത ഒത്തിരി നിലവാരം കുറഞ്ഞതായ ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. അത് വിശദീകരിപ്പാൻ ഇപ്പൊ എനിക്ക് പറ്റുകയില്ല. അതുപോലെ അധർമ്മം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദുർനടപ്പ് ആചരിക്കുന്നതിൽ അവർക്കൊന്നും വലിയ മനസാക്ഷി കുത്തില്ലാത്തതായ ഒരു ഗ്രൂപ്പായിരുന്നു ഈ കൊരിന്ത്യ പട്ടണത്തിലുള്ളവരെന്ന് പറയുന്നത്. അവിടെ വ്യഭിചാരം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നതായ ക്ഷേത്രങ്ങളിൽ അതിനുള്ള ആളുകൾ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ദൈവപ്രസാദത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ ജീവിതം ദേവന്മാർക്കും ദേവതമാർക്കും സമർപ്പിച്ചിട്ട് അവരിങ്ങനെ അധർമ്മം പ്രവർത്തിച്ച് ദുർനടപ്പ് ആചരിച്ച് ജീവിക്കുന്നതായ ജീവിത ശൈലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ധാർമ്മികതയ്ക്ക് വലിയ സ്ഥാനമില്ലാതിരുന്നതായ ഒരു പട്ടണമാണ് കൊരിന്ത്യ പട്ടണം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ വിശ്വാസികളും ഇതൊന്നും വലിയ തെറ്റായിട്ട് കണ്ടിരുന്നില്ല. കാരണം പണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചതല്ലേ എന്നുള്ള നിലയിലാണ് അവര് അതിനെ പ്രാധാന്യം കൊടുക്കാത്തത്. എന്നാൽ പൗലോസ് പറയാണ്, നിങ്ങൾ അങ്ങനെയുള്ളവനെ കുറിച്ച് അഭിമാനിക്കുക ഒരു കാരണവശാലും പാടില്ല. ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്തതായ ആചാരമാണിത്. അതുകൊണ്ട് അവന്റെ മേൽ നമ്മൾ നടപടിയെടുക്കണം. അവൻ രക്ഷിക്കപ്പെടണം. അവൻ ഈ പരുവത്തിൽ പോയാൽ അവൻ നശിച്ചു പോവുകയുള്ളൂ, നഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് വേണ്ടിയത്? അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ആത്മാവ് രക്ഷപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിലയിൽ അവൻ തുടർന്നാൽ, അവനെ യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, ഈ പാപത്തിൽ അവൻ തുടർന്നാൽ അവൻ നിത്യതയിൽ പോവുകയില്ല. അതുകൊണ്ട് അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കാം. അതായത് സാത്താനെ ഏൽപ്പിക്കാം. ദൈവസഭയുടെ സംരക്ഷണത്തിലാണ് ദൈവമക്കൾ ആയ നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. എന്നാൽ ഒരു പാപം ചെയ്ത ഒരു വ്യക്തിയെ ഈ നിലയിൽ മാനസാന്തരപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ, 3 സ്റ്റെപ്പിലും അവൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, ആ 3 സ്റ്റെപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. തന്നെ പ്രൈവറ്റ് ആയിട്ട് ഓർപ്പിക്കുക, 2-3 പേർ ചെന്ന് അവന്റെ കുറ്റത്തെ ബോധപ്പെടുത്തുക, സഭ ഒരുമിച്ചെന്ന് അവന്റെ കുറ്റത്തെ ബോധപ്പെടുത്തുക. ഈ 3 സ്റ്റെപ്പിലും അവൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ 4-ാമത്തെ സ്റ്റെപ്പായിരിക്കുന്നതായ പുറത്താക്കൽ നടപടിയിലേക്ക് നീങ്ങാം. ആ പുറത്താക്കൽ നടപടി എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും
യേശുക്രിസ്തുവിന്റെ ആത്മാവും കൂടെ ചേർന്ന്. ജോയ്ക്കുട്ടി അതിൽ ഒന്ന് ആ വാക്യം ഒന്നിടന്ന് വായിച്ചേ. നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോട് ഒന്നിച്ച് കൂടിയിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം. നോക്കുക, അപ്പൊ ഈ ജഡപ്രവൃത്തി ചെയ്യുന്നതായ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, അവന്റെ ജഡത്തെ പിശാച് സംഹരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ ജഡത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കണം, അവനെ ദണ്ഡിപ്പിക്കണം. അവനെ അതേത് നിലയിലാണെന്നുള്ളത് സാത്താൻ കൈകാര്യം ചെയ്തത്. പിന്നെ അപ്പം ദൈവീയ സംരക്ഷണം ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി സാത്താന്റെ കയ്യിലാണ്. സാത്താൻ പിന്നെ അവനെ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ദ്രോഹത്തിൽ കൂടെ അല്ലെങ്കിൽ ദോഷത്തിൽ കൂടെ അവൻ കഷ്ടതയിലായിത്തീരുമ്പോൾ അവൻ അനുദപിപ്പാനുള്ളതായ അവസരമുണ്ടാകും. അങ്ങനെ അനുദപിപ്പാൻ അവസരമുണ്ടായി അവൻ മാനസാന്തരപ്പെട്ട് അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ച് യഥാസ്ഥാനപ്പെടുമ്പോൾ അവനെ പിന്നീട് അംഗീകരിക്കാൻ കഴിയും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഈ കൊരിന്ത് ലേഖനത്തിൽ തന്നെ പറയുന്നു, പൗലോസ് 2-ാം ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവനെ ചേർത്തുകൊള്ളണം, അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായതായ ഈ ശിക്ഷ മതി, അവനെ മടക്കി ചേർക്കണമെന്ന് 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസഭയ്ക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ഒരു വ്യക്തിയുടെ മേൽ ആക്ഷൻ എടുക്കാനുള്ളതായ അധികാരമുണ്ട്. പക്ഷെങ്കിൽ ഈ ആക്ഷൻ എടുക്കുന്നത് ഈ പറഞ്ഞ 3-4 സ്റ്റെപ്പുകളിൽ കൂടെ മാത്രമേ ആകാവൂ. എന്തിനാണ് ആക്ഷൻ എടുക്കുന്നത്? വൈരാഗ്യം തീർക്കാനല്ല, അവൻ എനിക്കിട്ട് പണി തന്നത് അവനിട്ട് പണി കൊടുക്കണം എന്നുള്ള നിലയിൽ പണി കൊടുക്കാൻ വേണ്ടിയല്ല. പിന്നെ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഹൃദയഭാരത്തോടുകൂടെ, ദൈവ സ്നേഹത്തോടുകൂടെ, യേശുവിന്റെ ഭാരത്തോടുകൂടെ അവനെ മടക്കിയെടുക്കാൻ, യഥാസ്ഥാനപ്പെടുത്തിയെടുക്കുവാൻ. ദൈവം പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞല്ലോ, 100 ആടിൽ 1 നഷ്ടപ്പെട്ടാൽ ഞാൻ ഈ 99 വിട്ടേച്ച് കാടുകൾ തേടി അലഞ്ഞു നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ നഷ്ടപ്പെട്ട 1 മടക്കിയെടുക്കാനാണ്. അപ്പൊ ഇതിന് ചില കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഈ കഷ്ടപ്പാടിൽ കൂടെ പോയി നഷ്ടപ്പെട്ടതിനെ നേടുന്നത് അത് ലാഭേച്ഛയൊന്നും ഉണ്ടായിട്ടല്ല. നശിച്ചു പോകരുത്, കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ പെട്ടുപോകരുത്, അതില്ലാതെയായി പോകരുത് എന്നുള്ളതായ ആ വലിയ ഭാരത്തോടു കൂടെയാണ്. അപ്പൊ ഒരുവനെ നഷ്ടപ്പെട്ട, പിന്മാറ്റത്തിൽ പോയ ഒരുവനെ നേടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ആ വലിയ ഭാരത്തോടെ ആയിരിക്കണം, ആത്മഭാരത്തോടെ ആയിരിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടുസഹോദരന്മാരിൽ, കൂട്ടുസഹോദരിമാരിൽ ഒരാളെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കേട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേരിട്ട് എന്ന് ആ വ്യക്തിയോട് സംസാരിച്ച് ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഒരാളെ കുറിച്ചൊരു തെറ്ററിഞ്ഞാൽ അത് പാട്ടാക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. ആളിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പിന്നെയോ ആ ആളിനെ ആരും അറിയാതെ യഥാസ്ഥാനപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിച്ച് നിങ്ങളുടെ പരിശ്രമം വിജയിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നിങ്ങളൊരു നഷ്ടപ്പെട്ട ആത്മാവിനെ നേടി. ദൈവത്തിന് സ്തോത്രം. അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഒടുവിൽ 4ാമത് ചെയ്യുന്നത് കാര്യമാണ് ആരെ ഏൽപ്പിക്കുക? സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സാത്താനെ ഏൽപ്പിക്കുന്നത് എന്തിനും ചോദിച്ചാൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെടരുത്. അവനെ ശത്രു പീഡിപ്പിക്കണം, സാത്താൻ അവനെ ദണ്ഡിപ്പിക്കണം, സാത്താൻ അവന്റെ ജഡത്തെ ദണ്ഡിപ്പിക്കണം. ഈ ജഡമാണല്ലോ പാപത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അവന്റെ ആത്മാവ് നിത്യരാജ്യത്തിൽ പോകണം. എന്നാൽ ജഡം അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ജഡത്തെ ദണ്ഡിപ്പിച്ച് പീഡിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സാത്താനെ ഏൽപ്പിക്കുന്ന എന്തിനാണ്? പൗലോസ് പറഞ്ഞു, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് എന്ത് ചെയ്യുന്നു? അടിമയാക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറയുന്നത്. ഈ ദണ്ഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ സന്യാസിമാരൊക്കെ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ദണ്ഡിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഇച്ഛകളെ അടക്കുക, നമ്മുടെ താല്പര്യങ്ങളെ ഇല്ലാതാക്കുക, ഇങ്ങനെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക.
അതാണ് പൗലോസ് പറയുന്നത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുകയില്ല. ഇത് അതിരുവെടുത്ത് പറയും. അപ്പോൾ നാം നാം തന്നെ ജഡത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇച്ഛയുണ്ട്, എനിക്ക് മോഹമുണ്ട്, എന്നാൽ ഞാൻ എൻ്റെ മോഹത്തെ അടക്കുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവേശുവിനോടുള്ളതായ സ്നേഹം നിമിത്തം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുന്നു, എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പിടിച്ചടക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആത്മാവിനാൽ ഇവിടെ ഭയങ്കര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനലം നടച്ചോട്ടോ, വലിയ ശബ്ദം കേട്ടു. ഓക്കെ. അപ്പോൾ പൗലോസ് തന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. അങ്ങനെ നാം ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നതിൽ കൂടെ ജഡത്തെ കീഴ്പ്പെടുത്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയുന്നു. അത് കഴിയാത്തവരെയാണ് പിശാചിനെ കൊണ്ട് ദണ്ഡിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അടക്കി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു വ്യക്തിക്കല്ല അധികാരം, സഭയ്ക്കാണ് ആക്ഷൻ എടുക്കാനുള്ളതായ അധികാരം. അപ്പൊ അവിടെ പൗലോസ് ഞാൻ സാത്താനെ ഏൽപ്പിച്ചിരിക്കുമെന്ന് പറയുന്നുവെങ്കിലും പൗലോസ് തന്നെയല്ല അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓർഡർ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഭയും പൗലോസും പിന്നെ ക്രിസ്തുവിന്റെ ആത്മാവും കൂടെ ചേർന്ന്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ അവിടെ മേൽ ആക്ഷൻ എടുക്കുന്നതിന് തിരുവെഴുത്ത് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. രണ്ടാമതായി അടുത്ത ഒരു കാര്യം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാൻ കാരണമായത്, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പലരും നോട്ട് ചെയ്ത് കാണും, നിങ്ങൾ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളായിരിക്കാം. നമ്മള് മനസാക്ഷി യുഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്നതായ ഭക്തന്മാരെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞതായ 3 വ്യക്തികളാണ് ഹാബേല്, ഹാനോക്ക്, നോഹ്. ഹാബേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം എന്തുകൊണ്ട് പ്രസാദിച്ചു? ഈ മനസാക്ഷി യുഗത്തിൽ എന്തായിരുന്നു ദൈവത്തിന്റെ പ്രമാണം? ദൈവം എന്താണ് അവർക്ക് പ്രമാണം കൊടുത്തത്? എങ്ങനെ ജീവിക്കാനാണ് പ്രമാണം കൊടുത്തത്? നമ്മൾ ഓർക്കുകയുണ്ടായി, നിങ്ങളുടെ മനസാക്ഷി സജീവമായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇനിയും നല്ലതും തീയതും തിരിച്ചറിഞ്ഞ് നന്മ ചെയ്യുക, ഡു ഗുഡ്, നന്മ ചെയ്യുക, എന്നിട്ട് യാഗം കഴിക്കുക. ഈ 2 കാര്യമാണ് മനസാക്ഷി യുഗത്തിൽ ദൈവം കൊടുത്ത പ്രമാണം എന്ന് പറയുന്നത്. നിഷ്കന്മഷ യുഗത്തിൽ ദൈവം ഒരു പ്രമാണമേ കൊടുത്തുള്ളൂ, ജീവവൃക്ഷത്തിന്റെ ഫലമല്ല, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രമാണം, നിങ്ങൾ നന്മ ചെയ്യണം, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായി, നന്മ ചെയ്യണം, യാഗം കഴിക്കണം. അപ്പൊ എന്തിനാണ് ഈ യാഗം കഴിക്കുന്നത്? എങ്ങനെയാണ് ഈ യാഗത്തിന്റെ ആരംഭം? നമ്മൾ ആദ്യം യാഗം കാണുന്നത് ഈ ഹാബേലും കയീനും യാഗം കഴിക്കുന്നതിനെ കുറിച്ചാണ് കാണുന്നത്. കയീനും ഹാബേലും യാഗം അർപ്പിക്കുന്നു. ഇവർക്ക് ഈ യാഗം അർപ്പിക്കാനുള്ളതായ താല്പര്യം കൊടുത്തത് ആരാണ്? എന്തിനാണ് ഇവർ യാഗം കഴിക്കാൻ പോയത്? അവരോട് യാഗം കഴിക്കാൻ പറഞ്ഞത് ആരായിരിക്കും പറഞ്ഞത്? അപ്പനായ ആദമായിരിക്കും പറഞ്ഞത് നിങ്ങൾ യാഗം കഴിക്കണമെന്ന്. അപ്പോൾ ആദമന് എവിടെ നിന്നുള്ള അറിവ് കിട്ടി? ആദമനോട് ദൈവം പറഞ്ഞു. എന്തിനാ ദൈവം പറഞ്ഞത്? ദൈവം പറഞ്ഞതിന്റെ കാരണമുണ്ട്. ദൈവം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, കവനന്റിൽ പറഞ്ഞില്ലേ, ആദമനോട് പറഞ്ഞതായ
ആ ഉടമ്പടിയിൽ പറയുകയുണ്ടായി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പം സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ കടിക്കും. അപ്പം ഉൽപ്പത്തി 3:16 സ്ത്രീയുടെ സന്തതി എന്നുള്ളൊരു പ്രോമിസ് മനുഷ്യകുലത്തിന് മൊത്തമായി നൽകി. മനുഷ്യകുലത്തിന് മൊത്തമായി നൽകി. എന്താ പ്രോമിസ് കൊടുത്തത്? നിങ്ങളിന്ന് പാപത്തിൽ വീണിരിക്കുന്നു, സാത്താൻ നിങ്ങളെ ചതിച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങളെ ചതിച്ച സാത്താന്റെ തല തകർക്കുവാൻ വേണ്ടി സ്ത്രീയുടെ സന്തതി കടന്നു വരും. ഇതാണ് വാഗ്ദത്തം. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത്? അതുകൊണ്ട് സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്ന് യാഗം അർപ്പിക്കപ്പെടാൻ പോകുന്നതായ ആ കുഞ്ഞാട്, അത് കുഞ്ഞാടാണ്. അത് ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഇത് പഴയ നിയമത്തിൽ എങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. യാഗം ദൈവം സ്ഥാപിച്ചെന്നോ ദൈവം ആദവനോട് പറഞ്ഞെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മളിത് അറിയുന്നത്? പിന്നീടുള്ള വാക്യങ്ങളും സന്ദേശങ്ങളും എല്ലാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാനും തിരിച്ചറിയാനും കഴിയുന്നതായ കാര്യമാണിത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി. എന്താ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അതാരാണ്? ക്രിസ്തുയേശു തന്നെ. പിന്നെ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ പറയുന്നു, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. നോക്കണേ. പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുമ്പോൾ പറയുന്നുണ്ട്, സ്വന്തം രക്തം, ആടുകളുടെയും കാളകളുടെയും രക്തമല്ല, സ്വന്തം രക്തം ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ വേണ്ടി കടന്നുപോയി മശിഹ. പിന്നെ ഈ കുഞ്ഞാട് അതിനെ കുറിച്ച് വെളിപ്പാടുകാരൻ പറയുമ്പോൾ പറയുന്നു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ കുഞ്ഞാട് ആരാണ്? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അതെങ്ങനെയാ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടത്? ഈ കുഞ്ഞാട് എത്ര പ്രാവശ്യം അറുക്കപ്പെട്ടിട്ടുണ്ട്? പറയാമോ എത്ര പ്രാവശ്യം അറുക്കപ്പെട്ടെന്ന്? കുഞ്ഞാട് ഒരിക്കലേ അറുക്കപ്പെട്ടുള്ളൂ. കാൽവറിയിൽ മാത്രമേ കുഞ്ഞാട് അറുക്കപ്പെട്ടുള്ളൂ. എന്നാൽ പിന്നെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നത്? എന്താ അതിന്റെ അർത്ഥം? എന്താണ്? ലോകസ്ഥാപനം മുതൽ ഓരോ ആടും അറുക്കപ്പെടുമ്പോൾ ആ കുഞ്ഞാട് ആരെ കാണിക്കുകയാണെന്നറിയാമോ? കാലസമ്പൂർണതയെങ്കിൽ അറുക്കപ്പെടുന്നതായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. എങ്ങനെയാണ് നിഴലാകുന്നത്? അർപ്പിക്കുന്ന വ്യക്തി ആ കാര്യം വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അവിടെ യേശു തമ്പുരാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് തുല്യമായി ദൈവം അതിനെ പരിഗണിക്കുന്നു. അപ്പൊ യാഗമായി അർപ്പിക്കപ്പെടാത്ത എത്രയോ കുഞ്ഞാടുകളെ അവരെ കൊന്നു തിന്നിട്ടുണ്ടെന്നറിയാം. ആ ഭക്ഷിക്കാൻ വേണ്ടി കൊല്ലുന്നതായ കുഞ്ഞാടുകളൊന്നും ക്രിസ്തുവിന് നിഴലല്ല. മനസ്സിലായല്ലോ? ഭക്ഷിക്കാൻ വേണ്ടി കൊല്ലുന്ന കാളകളൊന്നും ക്രിസ്തുവിന് നിഴലല്ല. എന്നാൽ ഒരുവൻ യാഗമായി ഒരു ആടിനെ അർപ്പിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇത് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ വരുവാൻ പോകുന്ന മശിഹയുടെ നിഴലായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ആടിനെ അറുത്ത് അതിനെ ഖണ്ഡം ഖണ്ഡമാക്കി നുറുക്കി അതിന്റെ തോലുരിച്ച് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുമ്പോൾ ആ വസ്തു ദഹിച്ചു തീരുന്നത് വരെ ഞാൻ അതിന്റെ മുൻപിൽ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ യാഗവസ്തു അറുക്കപ്പെട്ടതുപോലെ എനിക്ക് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെടും. ഈ യാഗവസ്തു ഖണ്ഡം ഖണ്ഡമായി മുറിക്കപ്പെടുന്നത് പോലെ എനിക്ക് വേണ്ടി ആ കുഞ്ഞാടിന്റെ ശരീരം നുറുങ്ങപ്പെടും. ഈ കുഞ്ഞാടിന്റെ രക്തം ചിന്തപ്പെട്ടതുപോലെ എനിക്ക് വേണ്ടി ആ കുഞ്ഞാടിന്റെ രക്തം ചിന്തപ്പെടും. ഈ കുഞ്ഞാടിന്റെ ശരീരം ആ തീയിൽ ദഹിക്കുന്നത് പോലെ ആ കുഞ്ഞാടും
ദഹിക്കപ്പെടും, അല്ലെങ്കിൽ സമ്പൂർണ്ണ യാഗമായി മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വസിച്ചുകൊണ്ട്, ഈ വിശ്വാസത്തോടുകൂടെ ഞാനൊരാടിനെ അർപ്പിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലായി മാറ്റപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത് എവിടെയാണ് ആരംഭം എന്നറിയാമോ? യഹോവയായ ദൈവം തന്നെ ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ഈ ആദമിന് ഹവ്വയ്ക്കും വേണ്ടി ഒരു വസ്ത്രം ഒരുക്കി കൊടുത്തപ്പോൾ തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയെന്നാണ് പറയുന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തോൽ എന്തിന്റെ ആയിരിക്കാനാണ് സാധ്യത? അവർക്ക് വേണ്ടി അവിടെ അറുക്കപ്പെട്ടതായ ഒരു കുഞ്ഞാടിന്റെ തോല് തന്നെ ആയിരിക്കണം, ആട്ടിൻകുട്ടിയുടെ തോല് തന്നെ ആയിരിക്കണം അവർക്ക് വസ്ത്രമായി കൊടുത്തത്. യഹോവയായ ദൈവം തന്നെയാണ് ചെയ്തതെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വേദപണ്ഡിതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നത് അന്ന് യാഗം സ്ഥാപിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ യാഗം സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ അവരത് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അപ്പോൾ എന്താണ് എന്നോട് സംശയം പറഞ്ഞതായ ആൾ ചോദിച്ചതാണ്. എബ്രായലേഖനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പോൾ ദൈവം പ്രസാദിച്ചത് ഹാബേലിലും അവന്റെ യാഗത്തിലും. ഹാബേലിൽ പ്രസാദിച്ചത് കൊണ്ടാണ് അവന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. മാത്രമല്ല, നിങ്ങൾക്ക് മുൻപ് ക്ലാസ് എടുത്തതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PJ ദാനിയേൽ അത് പഠിപ്പിച്ചപ്പോൾ അങ്ങനെ പറയുകയുണ്ടായി. എന്താണ്? ഹാബേലിൽ പ്രസാദിച്ചിട്ടാണ് ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. കയീനിൽ പ്രസാദിക്കാഞ്ഞത് കൊണ്ട് അവന്റെ യാഗത്തിൽ ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അപ്പോൾ ഹാബേലിൽ പ്രസാദിക്കാനുള്ള കാരണം ദൈവത്തിന് പ്രസാദകരമായ കാര്യം അവൻ ചെയ്തുകൊണ്ടാണ്. സത്യമാണത്. അതിന് കോൺഫ്ലിക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഹാബേലിൽ ദൈവം പ്രസാദിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അവന്റെ നല്ല ജീവിതമല്ല ഹാബേലിൽ ദൈവം പ്രസാദിച്ചത്. അവൻ നല്ലവനായി ജീവിച്ചു, ശരിയായിരിക്കാം. പക്ഷെങ്കിൽ അതല്ല അവന്റെ യാഗത്തിൽ പ്രസാദിക്കാൻ കാരണം. അവൻ വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു. ഹാബേൽ വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു. നമ്മൾ അതാ ഓർക്കേണ്ടത്. എന്താ അവന്റെ വിശ്വാസം? എന്താണ് അവന്റെ വിശ്വാസം? എന്താണ്? ഞാൻ അർപ്പിക്കുന്ന ഈ ആട് ആർക്ക് നിഴലാണെന്ന് അറിയാമോ? കാലസമ്പൂർണതയെങ്കിൽ യാഗമായി തീരുവാൻ പോകുന്നതായ മശിഹയുടെ നിഴലാണ്. ആ വിശ്വാസത്തോടുകൂടെ അവൻ ആ യാഗത്തെ അർപ്പിച്ചപ്പോൾ, ആടിനെ അർപ്പിച്ചപ്പോൾ ദൈവം അവന്റെ വിശ്വാസത്തെ കണ്ടു. എന്നിട്ട് അവന്റെ വിശ്വാസത്തോടുകൂടിയതായ യാഗത്തെ കണ്ടിട്ട് ദൈവം അവനിൽ പ്രസാദിച്ചു, അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. നോക്കുക, രണ്ട് പ്രമാണമാണ് കൊടുത്തത്. നന്മ ചെയ്യണം, യാഗം കഴിക്കണം. ഹാബേല് നന്മ പ്രവൃത്തി ചെയ്തു, അവൻ യാഗവും വിശ്വാസത്താൽ അർപ്പിച്ചു. കയീൻ നന്മയും ചെയ്തില്ല, അവൻ യാഗവും ശരിയായി അർപ്പിച്ചില്ല. ഒരു പക്ഷങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കും, ഹാബേൽ ആട്ടിടയനായതുകൊണ്ട് ആടിനെ അർപ്പിച്ചു, കയീൻ കൃഷിക്കാരനായതുകൊണ്ട് കൃഷിഫലം അർപ്പിച്ചു. അപ്പൊ ഉള്ളതല്ല കൊടുക്കാനൊക്കെ ഉള്ളൂ. ഒരു ന്യായമായ ചോദ്യമാണ്, യുക്തിപരമായ ചോദ്യമാണ്. പക്ഷെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ചും നമുക്കുള്ളതിന്റെ വീതം കൊടുക്കാവുന്നതല്ല പ്രമാണം. നീ യാഗമർപ്പിക്കാൻ വരുമ്പോൾ നീ ഒരാടിനെ അർപ്പിക്കണം, അതല്ലെങ്കിൽ കാളയെ അർപ്പിക്കണം. ഇത് രണ്ടിനും നിനക്ക് നിവൃത്തിയില്ലെങ്കിൽ 2 പ്രാങ്കുഞ്ഞുങ്ങളെ അർപ്പിച്ചേക്കണം. അന്ന് പ്രാവിന് വിലയൊന്നുമില്ല, എവിടുന്നേലും പിടിക്കാം. ഇതെങ്കിലും ചെയ്യാൻ കഴിയാത്തവൻ എന്ത് ചെയ്യണ്ട? ആരാധനയ്ക്ക് വരണ്ട. എല്ലാവർക്കും വീണ്ടെടുപ്പ് വിലയുണ്ട്. വീണ്ടെടുപ്പ് വിലയുടെ അളവ്, അതിന്റെ മെഷർമെന്റ് ഏറ്റവും കുറച്ച അളവാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? 1/2 ശേക്കൽ. ദരിദ്രനും ധനികനും ഒരുപോലെ 1/2 ശേക്കൽ കൊടുക്കണം. അതാണ് വീണ്ടെടുപ്പ് വില. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഈ കയീന് അർപ്പിച്ചതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? കയീൻ അർപ്പിച്ചത് എങ്ങനെയാണ്? അവൻ അവന്റെ വസ്തുക്കളിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ട് കൊടുത്തു. അപ്പൊ ഞാൻ പ്രത്യേകം പറയുകയുണ്ടായി,
നന്മകൾ അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ദൈവം നമ്മൾ വിശ്വസിക്കരുത്, ചിന്തിക്കരുത്. നന്മ അർപ്പിക്കണം. ദൈവത്തിൽ വരുമ്പോൾ നമ്മൾ വഴിപാട് നന്മകൾ അർപ്പിക്കണം. ഈ നമ്മളൊക്കെ സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞൊരു കാര്യം എടുക്കുമല്ലോ അല്ലെ? എന്തിനാ സ്തോത്ര കാഴ്ച എടുക്കുന്നത്? സഭയ്ക്ക് ഫണ്ടുണ്ടാക്കാനാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? സ്തോത്ര കാഴ്ച എടുക്കുന്നത് നമ്മൾ എന്തിനാ ആരാധനയ്ക്ക് വരുമ്പോൾ സ്തോത്ര കാഴ്ച അർപ്പിക്കുന്നത്? സഭയ്ക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടി. ഇതാണ് നമ്മളിൽ പലരുടെയും ചിന്ത. എന്നാൽ ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. സഭയ്ക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അല്ല നമ്മൾ സ്തോത്ര വഴിപാട് അർപ്പിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ നന്മയിൽ നിന്നും നമ്മുടെ ഓഹരിയിൽ നിന്നും ദൈവസന്നിധിയിൽ നമ്മുടെ ഭൗതിക നന്മയുടെ ഒരു വീതം, ഒരംശം, അതെത്രയും ആകട്ടെ, അർപ്പിക്കുക ദൈവസന്നിധിയിൽ. ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട്, നീ വെറും കൈയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരരുത്. ഇതാ അതിന്റെ പ്രമാണം. അതുകൊണ്ട് ഈ സ്തോത്ര കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ വരുന്നതായ ഒരു ചിന്ത പറയണോ ഞാന്? ഏറ്റവും കുറഞ്ഞ ഒരു നാണയം, അല്ലെങ്കിൽ 10 രൂപ. പണ്ടൊക്കെ നാണയമായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നു, 5 പൈസ 10 പൈസയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ സ്തോത്ര കാഴ്ചയ്ക്ക് എങ്ങനെ തരുന്നത്, അങ്ങനെ ഇടുന്നത്. പിന്നെ 4 അണയായി, പിന്നെ 8 അണയായി, പിന്നെ 1 രൂപയായി, പിന്നെ 2 രൂപയായി, അങ്ങനെയൊക്കെ സ്തോത്ര കാഴ്ച ഇട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇടുന്നതിന്റെ വലിപ്പമല്ല നമ്മുടെ വിഷയം. നിങ്ങൾക്ക് ഏറ്റവും മെച്ചമായത് ഇടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയം. എന്നാല് അതെങ്ങനെ വേണം ഇടാൻ? കൊടുക്കുന്നവൻ മനസ്സോടെ കൊടുക്കണം. ഈ നിങ്ങൾ കേട്ടിട്ടില്ലേ, പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ള ഒരു വലിയ സോക്കേടാ, ഈ സ്തോത്രാഴ്ചയുടെ മുമ്പിൽ ഒരു പ്രസ്താവനയുണ്ട്. കേട്ടിട്ടുണ്ടോ? പാസ്റ്റർമാർ എണീച്ച് നിന്നൊരു പ്രസ്താവന നടത്തും. ദൈവമക്കളെ, വളരെ ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാന്നൊക്കെ ചെയ്ത് പറയുന്നേ. വളരെ ആവശ്യങ്ങളുണ്ട്, നിങ്ങളെല്ലാവരും സഹകരിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിനകത്തിരിക്കുന്ന ഏറ്റവും വലുത് തന്നെ കർത്താവിന് അർപ്പിക്കണം, ദൈവത്തിന് കൊടുക്കണം, മാന്യത കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഇളക്കിളക്കും അല്ലേ? ഇങ്ങനെ പറഞ്ഞ് കൊടുപ്പിക്കേണ്ടതല്ല സ്തോത്ര കാഴ്ച എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സോടെ നമ്മൾ അർപ്പിക്കേണ്ടതാണ്. മനസ്സോടെ അർപ്പിക്കേണ്ടതാണ്. അത് നിങ്ങൾ ഏത് നിലയിൽ കൊടുക്കുമോ ആ നിലയിലുള്ളതായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. കിഴിഞ്ഞതും എടുക്കാത്തതുമായ നോട്ടാണ് ഇടുന്നതെങ്കിൽ ആ നിലയിലുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. കിഴിയാത്തതും നല്ല 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 പുത്തൻ നോട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ പേഴ്സിനകത്ത് ഇരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ഇടാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇതൊക്കെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പറയുന്നത്. മാന്യമായ നിലയിൽ ദൈവത്തിന് കൊടുത്താൽ ആ മാന്യമായ നിലയിൽ തന്നെ ദൈവം തിരിച്ചനുഗ്രഹിപ്പാൻ ശക്തനാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രമേ പരീക്ഷിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്കും, ഇതിനാൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ. എന്താ? നിങ്ങൾ ദശാംശവും വഴിപാടും കൊടുക്കുമ്പോൾ മാന്യമായി കൊടുത്തേ നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിൽ ഈ പണം കൊടുക്കുന്നതിനെ കുറിച്ചുള്ളതായ പ്രസ്താവനകൾ ഉണ്ടാകരുതെന്നാണ്. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേരെ. ഇനിയും തൊട്ട് ജനങ്ങൾ മനസ്സോടെ കൊടുക്കട്ടെ, മനസ്സോടെ കൊടുക്കട്ടെ, ഹൃദയം തുറന്ന് കൊടുക്കട്ടെ. ഞാനിത് സഭാ ഫണ്ടിലേക്ക് കൊടുക്കുകയാണെന്നല്ല ഇടേണ്ടത്. ആ സ്തോത്ര കാഴ്ചപാത്രത്തിലേക്ക് അർപ്പിക്കേണ്ടത് കർത്താവിന് കൊടുക്കുന്നുള്ളതായ നിലയിൽ അതിലേക്ക് വളരെ പ്രാർത്ഥനയോടെ. പിന്നെ ഈ സ്തോത്ര കാഴ്ച എടുക്കാൻ കൊച്ചു പിള്ളേരെ പറഞ്ഞു വിടരുത്. ഇതൊക്കെ സീരിയസ് ആയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. കൊച്ചു പിള്ളേരുടെ കയ്യിൽ സഞ്ചിയും കൊടുത്ത് വിടക്ക്. ആ പിള്ളേർ അതിലൂടെ ഇതിലൂടെയും കൊണ്ട് നടന്ന് ആട്ടിയും പാട്ടിയും അടിച്ചും ഒക്കെ തിരിച്ചു കൊണ്ടുവരും.
ചില കുഞ്ഞുങ്ങളുടെ കൊടുക്കുമെന്ന് മാതാപിതാക്കന്മാർക്ക് വലിയൊരു ഗമ പോലെ. ഞങ്ങളുടെ കുഞ്ഞാ ഇന്ന് സ്വത്രാഴ്ച എടുത്തതെന്ന് പറയാൻ പാടില്ല. ഇത് ദൈവത്തിന് അർപ്പിക്കുന്ന ദാനമാ. അത് സ്വീകരിക്കേണ്ടത് സഭയിലെ നല്ല പക്വതയുള്ളതായ സഹോദരന്മാരും സഹോദരിമാരും ചെയ്യണം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു, ഫ്രണ്ടിൽ ഒരു 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 പാത്രം വെച്ചേക്കും. വന്ന് പാട്ട് പാടുമ്പോൾ ആളുകൾ വന്ന് അതിൽ അർപ്പിച്ചിട്ട് പോകുമായിരുന്നു. 2 സഭകൾ ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഷാർജയിൽ ചെന്നപ്പോ അത് അവിടെ നടന്നില്ല. അവിടെ സഞ്ചിയ അത് പിന്നെ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കില്ല. അത് പ്രായമുള്ളവരെ കൊണ്ട് മാത്രമേ ഞാൻ സ്വത്രാഴ്ച എടുപ്പിക്കുള്ളായിരുന്നു. നമ്മളിതിന് ബഹുമാനം കൊടുക്കണം. ഞാൻ കുറ്റപ്പുഴയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ട് എടുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാര് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റുകയെന്ന് പറഞ്ഞു. കൊച്ചു ചെറുക്കൻ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമല്ലിത്. അതിന് എന്നോട് അദ്ദേഹം പണങ്ങുകയും ചെയ്തു. എനിക്ക് വിരോധമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൊച്ചുമോനെ കൊണ്ട് എടുപ്പിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിച്ചില്ല. അപ്പോൾ ഇത് ദൈവത്തിന് അർപ്പിക്കുന്നതായ ദാനമാണിത്, സ്തോത്ര കാഴ്ച. അത് പ്രായമുള്ളവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മള് വിഷയം വിട്ട് ഒത്തിരി ഇങ്ങോട്ടേക്ക് പോന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്നത് ആ മനോഭാവമാണ് നമ്മൾ നോക്കേണ്ടത്. വിശ്വാസത്തോട് കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞതാ, ഈ വസ്തുക്കൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തുനിയരുത്. വസ്തുക്കൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. വിശ്വാസത്തോടു കൂടെ നമ്മുടെ ആരാധനയിൽ നമ്മൾ ഓർക്കേണ്ടത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മുടെ പാട്ടിൽ ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ കുറിച്ചുണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെ കുറിച്ചുണ്ടായിരിക്കണം. നമ്മുടെ ആരാധനാ ഗീതങ്ങളിൽ അതെല്ലാം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വചന ശുശ്രൂഷയിൽ അതുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിനെ ഓർക്കാത്ത ഒരു കൂട്ടായ്മയായിട്ട് ഞാൻ കരുതുന്നില്ല. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ദൈവസനിൽ വരുമ്പോൾ ഈ ക്രൂശിനെ ഓർത്ത് ധ്യാനിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദൈവത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതിന് ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് എന്തുകൊണ്ട് ചോദിച്ചാൽ, ഹാബേൽ നന്മ ചെയ്യുന്നവനായിരുന്നു. ഹാബേൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് ആരാധന അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരണം മനസാക്ഷി യുഗത്തിലെ കയീൻ നന്മ ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അവനെ യാഗം കഴിഞ്ഞപ്പോൾ അവന് മുഖം വാടിയപ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നു, കയീനെ നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? അപ്പോൾ ആര് നന്മ ചെയ്യുന്നില്ല? കയീൻ നന്മ ചെയ്യുന്നില്ല, നന്മ പ്രവൃത്തി ചെയ്യുന്നില്ല. അവന്റെ മനസാക്ഷി സജീവമാണെങ്കിലും അവൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ കയീനിൽ ദൈവം എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? കയീൻ നന്മ ചെയ്യുന്നില്ല. അവൻ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചില്ല. അവനിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ ദൈവത്തിന് കൊടുത്തു, എനിക്കുള്ള ഇതാണ്, ഞാനിതാ നിനക്ക് തരുന്നു. ഇതിൽ കൂടുതൽ അപ്പുറത്തൊന്നും കയീൻ ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ആകട്ടെ, അപ്പോൾ നിഷ്കർമ്മ യുഗത്തിൽ ഇതായിരുന്നു ദൈവം വെച്ചിരുന്ന പ്രമാണം. ആ പ്രമാണത്തിൽ അവരെ മുമ്പോട്ട് പോയി. പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച അത് ആ ഭാഗമൊക്കെ പറഞ്ഞതാണ്. ഹാബേല്, ഹാനോക്ക്, നോഹയുടെ കാലത്ത് ഉണ്ടായതായ സംഭവം. ദൂതന്മാർ മനുഷ്യവേഷം എടുത്ത് ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി വിവാഹബന്ധം ഏർപ്പെട്ടു. അവർക്ക് തലമുറകൾ ഉണ്ടായി. അങ്ങനെ മനുഷ്യന്റെ വംശം സങ്കരവർഗമായി തീർന്ന് സ്ത്രീയുടെ സന്തതി വരാതിരിക്കാൻ വേണ്ടി ശത്രു ചെയ്ത വലിയ പ്രവൃത്തിയാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ അതും പറയുകയുണ്ടായി. അതുകൊണ്ട് ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ നോഹയെയും കുടുംബത്തെയും ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. അവര് അടുത്ത യുഗത്തിലേക്ക് പ്രവേശിച്ചു. ആ മൂന്നാമത്തെ യുഗത്തിന്റെ പേരാണ് മാനുഷിക ഭരണയുഗം. ആ യുഗത്തിന് ഹ്യൂമൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സിവിൽ ഗവൺമെന്റ് എന്ന് പറയപ്പെടുന്നു. അത് 9-ാം അധ്യായം മുതൽ
അതിന്റെ 11-ാമത്തെ അധ്യായം വരെയുള്ളതായ ഭാഗങ്ങളാണ് ഈ മാനുഷിക ഭരണയുഗം എന്ന് പറയുന്നതായ ആ ഭാഗം. ആ മാനുഷിക ഭരണയുഗത്തിൽ ജീവിച്ചിരുന്നതായ വീരനായ ഒരു മനുഷ്യനെ കുറിച്ച് 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവന്റെ പേരാണ് നിമ്രോദ് എന്നുള്ള പേര്. ഞാന് ഇന്ന് നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ് തോന്നുന്നല്ലേ? അവസാനിക്കല്ലേ പാസ്റ്ററെ? 20 വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 11-20 വരെയല്ലേ? അതെ, 11-20 വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 10 മിനിറ്റ് ഉണ്ട്. എന്തോ 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് ഉണ്ട്. ആ, ഓക്കെ. അപ്പൊ എന്നാ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അതോട് പറയാം. അപ്പോൾ മാനുഷിക ഭരണയുഗത്തിൽ എന്താണ് സംഭവിച്ചത്? മാനുഷിക ഭരണയുഗത്തിൽ മനുഷ്യൻ തങ്ങളെ തന്നെ ഭരിച്ച് ജീവിക്കാനുള്ളതായ ആ വഴിയാണ് വിട്ടുകൊടുത്തത്. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച്, നോഹയോട് പറഞ്ഞ ഉടമ്പടി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നോഹയോടുള്ളതായ ഉടമ്പടിയിൽ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുവീൻ എന്നാ പറഞ്ഞത്. നോഹയുടെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്, ഇനി ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല പറഞ്ഞ് നോഹയോടും കുടുംബത്തോടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീൻ. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയെ അടക്കി സകല മൃഗ ലോകത്തിന്റെ മേലും വാഴുവാൻ പറഞ്ഞു. പിന്നെ അവർക്ക് ഭക്ഷിപ്പാൻ വേണ്ടി മാംസം ആഹാരമായി കൊടുക്കുകയുണ്ടായി. പിന്നെ അവർക്ക് രക്തം ചൊരിയിക്കുന്നവനെ കൊല്ലണം എന്നുള്ളതായ പ്രമാണം കൊടുക്കുകയുണ്ടായി, ക്യാപിറ്റൽ പണിഷ്മെന്റ്. പിന്നെ അടുത്തത്, ഇനി ഒരു ജലപ്രളയം ഉണ്ടാകില്ല എന്നുള്ളതായ ഉറപ്പ് ദൈവം അവർക്ക് കൊടുത്തു. പിന്നെ ദ സൈൻ ഓഫ് ഗോഡ്സ് പ്രോമിസ് വിൽ ബി ഇതിന്റെ അടയാളമായി ഇനി ഒരു ജലപ്രളയം ഉണ്ടാകുകയില്ല എന്നുള്ളൊരു അടയാളമായിട്ട് ഒരു മഴവില്ലും കൊടുക്കുകയുണ്ടായി. ദൈവമക്കളെ ഓർക്കുക, ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാകുന്ന മഴവില്ലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തെളിയിച്ചു തരും. ഈ മഴവില്ല് മേഘത്തിന്മേൽ കാണുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയാർത്ഥമാണ് ഞാൻ പറയുന്നത്. ഒരു കാർമേഘം കയറി മൂടുന്നതായ കാഴ്ച കാണുമ്പോൾ അന്നത്തെ മനുഷ്യർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി പേടിക്കരുത്. ഇനി ഇങ്ങനൊരു കാർമേഘം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മഴവില്ല് വെക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇനിയും ഒരു കാരണവശാലും നിങ്ങളെ ജലപ്രളയം മൂടുകയില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ ഞാൻ അതിന്റെ ആത്മീയവശം പറയുകയാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ അടഞ്ഞ വഴി പോലെ, അടഞ്ഞ അധ്യായം പോലെ മുമ്പോട്ടുള്ള ഗമനമില്ലാതെ ഉള്ളതായ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യാശയുടേതായ മഴവില്ലുകൾ അതിന് നടുവിൽ നമുക്ക് കാണിച്ചു തരും ദൈവം. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളായിരിക്കും അത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഓർക്കേണ്ടത്, ദൈവീയ വാഗ്ദത്തങ്ങളിൽ ആശ്രയം വെക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിസന്ധി നിറഞ്ഞതായ ജീവിതത്തിൽ അത് നമുക്ക് ആശ്വാസം നൽകുകയും ഈ പ്രതിസന്ധി സാരമില്ല എന്നുള്ളതായ ഉറപ്പ്, ധൈര്യം ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഉടമ്പടി നൽകി അവരെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ പ്രവേശിപ്പിച്ചു. നോഹ, അവരുടെ കുടുംബം, നിങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ 9, 10 അധ്യായങ്ങളിലൊക്കെ വായിക്കുന്നത് അവരുടെ തലമുറകൾ, അവരുടെ നോഹയുടെ വംശപരമ്പരയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോഹയുടെ മക്കളിൽ 3 പേര്, ശേം, ഹാം, യാഫെത്ത്, ഈ 3 പേരുടെ തലമുറകളാണ് ഇന്ന് ഭൂമിയെ നിറഞ്ഞിരിക്കുന്നതായ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ശേമിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് അബ്രഹാമിന്റെ വംശം, അബ്രഹാമിന്റെ സന്തതികൾ. പിന്നെ ഹാമിന്റെ വംശമാണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലേക്ക് കയറി അവിടെ കുടിയേറി പാർക്കുവാനിടയായത്. പിന്നെ യാഫേത്തിന്റെ വംശപരമ്പരയാണ് യൂറോപ്പ് ഭൂഖണ്ഡത്തിലേക്ക് പോകാനിടയായത്. മിഡിൽ ഈസ്റ്റ് ആണല്ലോ ഇതിന്റെ എല്ലാം കേന്ദ്രം. അവിടുന്നാണ് ഭൂവാസികൾ പിരിഞ്ഞു പോയത്. ഈ ഭൂവാസികൾ പിരിഞ്ഞു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം ഭൂമി പിളർന്നു പോയി എന്നാണ്. എർത്ത് ഡിവൈഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത്
പിന്നീടാണെന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചതായ കാര്യമാണ്, ശാസ്ത്രം അംഗീകരിച്ചതായ കാര്യമാണ്. ഇന്നത്തെ ഭൂഖണ്ഡങ്ങളെല്ലാം ചേർത്ത് വെക്കുകയാണെങ്കിൽ ഒരു കരയായി തന്നെ നമുക്ക് ക്രമീകരിച്ച് വെക്കാമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈ ഭൂഖണ്ഡം പലതായിട്ട് പിരിയാനുള്ള കാരണം ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടിയായിരുന്നു. എന്താണ് ദൈവം പറഞ്ഞത്? നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകി നിറയുവീൻ, ഭൂമിയിൽ ചിതറിപ്പോകുവീൻ എന്നാ പറഞ്ഞത്. ഈ നോഹയുടെ തലമുറകൾ 3, അതിൽ ഒരാൾ ശപിക്കപ്പെട്ടു പോകുവാനിടയായി. അതാരായിരുന്നു? ഹാമിന്റെ വംശപരമ്പര ശപിക്കപ്പെടുവാനിടയായി. ഹാമിന്റെ വംശപരമ്പര ശപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. നോഹ പെട്ടകത്തിൽ നിന്നൊക്കെ ഇറങ്ങി കൃഷിയൊക്കെ ആരംഭിച്ച് അങ്ങനെ ഇരിക്കുന്നതായ കാലത്ത് ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് വീഞ്ഞുണ്ടാക്കാൻ പഠിപ്പിച്ചത് നോഹയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലഹരിയുള്ള വസ്തു ഉണ്ടാക്കാൻ വേണ്ടി തലമുറകളെ പഠിപ്പിച്ചതും അഭ്യസിപ്പിച്ചതും നോഹ തന്നെയാണ്. നോഹ എന്ത് ചെയ്തു? വീഞ്ഞുണ്ടാക്കി കുടിച്ചു, മത്തനായപ്പോൾ അവന്റെ സുബോധം നഷ്ടപ്പെട്ടു. സുബോധം നഷ്ടപ്പെട്ടപ്പോൾ അവനെ തന്നെ മറന്നു. താൻ എന്താണ് ചെയ്തതെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത നിലയിൽ സുബോധം നഷ്ടപ്പെട്ടവനായി തീർന്നു. തിരുവെടുത്ത് പറയുന്നതാണ്, നിങ്ങൾ സുബോധമുള്ളവരായിരിപ്പീൻ, നിങ്ങൾ സുബോധമുള്ളവരായിരിപ്പീൻ. അപ്പോൾ സുബോധം നഷ്ടപ്പെടത്തക്ക നിലയിലുള്ളതായ യാതൊരു കാര്യങ്ങളിലേക്കും പോകാൻ പാടില്ല. അവിടെയാണ് നോഹയ്ക്ക് പറ്റിയതായ തെറ്റെന്ന് പറയുന്നത്. അപ്പം ദൈവം നോഹയ്ക്ക് അനുവദിച്ചു കൊടുത്തതായ ആ കൃപ ലഭിച്ച ഭക്തനായിരുന്നെങ്കിലും അവന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണെന്ന് ഞാനത് പറയുന്നത് അവിടെ. അപ്പോൾ അത് മുഖാന്തരം അവന്റെ ഒരു സന്തതി ശപിക്കപ്പെടുവാനിടയായി. ഹാം അവന്റെ നഗ്നത കണ്ടിട്ട് അവന്റെ സഹോദരന്മാരോട് പോയി പറഞ്ഞു. നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ചയെ കുറിച്ച് ഞാൻ പറയാം. ഒരുവനെ കുറിച്ച് ഒരു തെറ്റ് കേട്ടാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതായ ആ സ്വഭാവം ശരിയല്ല എന്ന് ഈ ഭാഗത്തൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റുള്ളവരോട് പറയാതെ അതിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് തിരുവെഴുത്ത് പറയും. അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ശൗൽ മരിച്ചപ്പോൾ ദാവീദ് പാടിയൊരു പാട്ട് ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞറിയാമോ? ഗത്തിൽ അത് പ്രസിദ്ധമാകരുതേ, അസ്കലോൻ വീഥികളിൽ അത് ഘോഷിക്കരുതേ. എന്താ അതിന്റെ അർത്ഥം? അസ്കലോൻ എന്ന് പറയുന്നത് ഫെലിസ്തീനയുടെ ദേശമാണ്. ഗത്ത് എന്ന് പറയുന്നത് ഫെലിസ്തീനയുടെ ദേശമാണ്. ഇസ്രയേലിന്റെ ശത്രുക്കളാണ് ഫെലിസ്തീന്. അവരുടെ ഇസ്രയേലിന്റെ രാജാവ് പട്ടുപോയതായ വസ്തുത അത് ശത്രുക്കൾ ആഘോഷിക്കുന്നതിനൊരു മുഖാന്തരം ആകരുതേ എന്ന് പറഞ്ഞാണ് ദാവീദ് വിലപിക്കുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മളെ ദേഷിക്കുന്നതായ ഒരു വ്യക്തിക്ക് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ആ പരാജയത്തിന് മുമ്പിൽ നമ്മൾ അത് പറഞ്ഞു നടക്കുവാനിടയാകാതെ യോ ഇത് ആരും അറിയരുതേ എന്നുള്ളതായ നിലയിൽ നമുക്ക് അതിനെ മറയ്ക്കുവാൻ, മൂടുവാൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരുവന്റെ ജീവിതത്തിൽ തെറ്റ് കണ്ടാൽ ആ വ്യക്തിയെ ക്രമീകരിക്കുവാൻ നമുക്ക് ഇടയാകണം. അതാണ് നമുക്കുള്ളതായ ഉത്തരവാദിത്വം. ആയതിന് സർവശക്തനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മാനുഷിക ഭരണയുഗത്തിന്റെ അവസാനത്തേക്ക് അടുത്ത ക്ലാസ്സിൽ കടന്നു വരാം. സർവശക്തനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കടന്നു വന്നതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.